എന്നെ ചതിച്ച ആ സ്ത്രീയെ എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്നില്ല. തുറുപ്പുകുലാൻ സിനിമയിലേക്ക് 5 ദിവസത്തെ ഡേറ്റിംഗ് നൽകി ഹോസ്റ്റൽ മുറിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ശാന്തകുമാരി അമ്മ. വെറുമൊരു റൂമർ കാരണം ഒരു വലിയ കലാകാരിക്ക് നഷ്ടമായത് 5 വർഷത്തെ കരിയറാണ്. എന്നാൽ എത്ര നാൾ കഴിഞ്ഞിട്ടും വിളി വന്നില്ല. ഒടുവിൽ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: ചേച്ചി മരുന്നും കഴിച്ച് വല്ലോടത്തും ഇരിക്ക്. തനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് അമ്പരന്ന് നിന്നപ്പോഴാണ് പിന്നിൽ നടന്ന ക്രൂരത പുറത്തറിയുന്നത്. ശാന്തകുമാരി അമ്മയ്ക്ക് ഗുരുതരമായ ഹൃദ്രോഗമാണെന്നും ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടപ്പിലാണെന്നുമുള്ള ഒരു കള്ളക്കഥ സിനിമാ ലോകത്ത് ആരോ പരത്തിക്കഴിഞ്ഞിരുന്നു. അന്തരിച്ച നടി സുകുമാരി ചേച്ചി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കിടന്ന സമയമായിരുന്നു അത്. ആ സാഹചര്യം മുതലെടുത്ത് ഒരു സ്ത്രീ മനഃപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയതായിരുന്നു ഈ റൂമർ. കൈവന്ന 3ഓളം നല്ല സിനിമകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അമ്മ തിരിച്ചറിയുന്നത്. ഒരു കള്ളക്കഥ കാരണം നീണ്ട 5 വർഷമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് സിനിമയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നത്. സിനിമയിലെ വെള്ളി വെളിച്ചത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചതിക്കുഴികളുണ്ട്. അത്തരമൊരു ചതിയുടെ അതിജീവനത്തിന്റെ കഥയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ശാന്തകുമാരി അമ്മയ്ക്ക് പറയാനുള്ളത്. അമ്മ സംഘടനയിൽ നിന്ന് കിട്ടുന്ന 2000 രൂപ മാത്രമായിരുന്നു ഏക ആശ്വാസം. അതുകൊണ്ട് ഹോസ്റ്റൽ വാടക ഒപ്പിക്കും. ബാക്കി ആവശ്യങ്ങൾക്ക് പ്രൊഡക്ഷനിലെ നല്ലവരായ ചില പിള്ളേർ സഹായിച്ചിട്ടുണ്ട്. ഒടുവിൽ മാധ്യമങ്ങളെ വിളിച്ച് എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ജീവനോടെയുണ്ട് എന്ന് പരസ്യമായി പറയേണ്ടി വന്നു ആ അമ്മയ്ക്ക്. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവുമായി അമ്മ സംഘടനയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും ആദ്യമൊന്നും സംഭവിച്ചിരുന്നില്ല. ഒടുവിൽ മോഹൻലാലിനെ നേരിട്ട് കാണാൻ അമ്മ തീരുമാനിച്ചു. എന്നാൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ പലരും അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ കയ്യിൽ 5 പൈസയില്ലാതെ വൈറ്റിലയിൽ നിന്നും ഇടക്കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ആ അമ്മ ചെന്നു. അവിടെയും ഗേറ്റിൽ ആളുകൾ തടഞ്ഞു. വല്ലാത്ത സങ്കടത്തോടെ നിന്ന ശാന്തകുമാരി അമ്മയെ ഭാഗ്യത്തിന് ഗേറ്റിനടുത്ത് വെച്ച് മോഹൻലാൽ കാണുകയുണ്ടായി. ലാൽ ഉടൻ തന്നെ ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഓടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അമ്മയ്ക്ക് ആശ്വാസമായി അദ്ദേഹം ഒരു കസേരയിട്ട് നൽകി. തുടർന്ന് കണ്ണീരൊപ്പി ആശ്വസിപ്പിച്ചു. വിവരങ്ങൾ തിരക്കിയ ശേഷം സ്ഥലമുണ്ടെങ്കിൽ എത്രയും വേഗം വീട് വെച്ച് തരാമെന്ന് ലാലേട്ടൻ ഉറപ്പു നൽകി. അങ്ങനെ ഇളയ മകൾ നൽകിയ സ്ഥലത്ത് മോഹൻലാലിന്റെയും നടി സീമാജി നായരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി അമ്മയ്ക്ക് തലചായ്ക്കാൻ ഒരു നല്ല വീട് ലഭിച്ചു. ആദ്യ സിനിമയിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരം നേടിയ നടിയാണ് ശാന്തകുമാരി. 1977 ചുവന്ന വിത്തുകൾ എന്ന ചിത്രത്തിലെ അസാധ്യ പ്രകടനത്തിനാണ് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അവരെ നേടിയെത്തുന്നത്. സൂപ്പർ താര ചിത്രങ്ങളിൽ അമ്മയായും മുത്തശ്ശിയായും വന്ന് നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഈ വലിയ നടിക്ക് മലയാള സിനിമ പലപ്പോഴും അർഹിച്ച പരിഗണന നൽകിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സിനിമകൾ കുറയുമ്പോൾ പഴയകാല പ്രതിഭകളെ വിസ്മരിക്കുന്ന പതിവ് ഇന്നും തുടരുന്നു. പക്ഷേ അവർ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെയും ജീവിതത്തിൽ കാട്ടിയ അതിജീവനത്തിന്റെ കരുത്തിലൂടെയും ശാന്തകുമാരി എന്ന പേര് മലയാളികളുടെ മനസ്സിൽ എക്കാലവും തിളങ്ങി നിൽക്കും. പ്രിയപ്പെട്ട ശാന്തകുമാരി അമ്മയ്ക്ക് ആരോഗ്യവും ആയുസ്സും നേരുന്നു. നല്ലൊരു കഥാപാത്രത്തിലൂടെ അമ്മ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്താൻ നമുക്ക് കാത്തിരിക്കാം.